മോർണിംഗ് നമ്മൾ ഇനി കൂടുതൽ വാർത്തകളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അതിന് മുമ്പ് ഞാനൊരു അതിഥിയിലേക്ക് കൂടി പോവുകയാണ് അല്ലെ. നമുക്ക് അതിഥിയെ ആരാണ് അതിഥി? ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള, അതായത് ഡബിങ്ങും മ്യൂസിക്കും പാട്ടും പാഷനാക്കി മാറ്റിയ മരിയ ജോണിയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. മരിയ, ഗുഡ് മോർണിംഗ്. ഈ ഒരു സിഎക്കാരി ഡബിംഗ് സ്റ്റുഡിയോയിലും പാട്ടിന്റെ പിന്നണിയിലും ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ അത്യപൂർവമാണല്ലോ. ഈ കോമ്പിനേഷൻ എങ്ങനെ സംഭവിച്ചു മരിയ? ഹായ്, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഞാൻ ആക്ച്വലി ഒരു CA സ്റ്റുഡന്റ് ആണ്. CA പേഴ്സ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആക്ച്വലി അതിന്റെ ഇന്റർമീഡിയറ്റ് ലെവല് ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ പാഷൻ ചെറുപ്പം മുതലേ പാട്ടിനോടായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പോ പാട്ടിന്റെ വഴിയിലൂടെ വന്ന് പിന്നെ ഡബിങ്ങിലേക്ക് എത്തിപ്പെട്ട് ഇപ്പോ പാഷൻ മുറുകെ പിടിച്ചങ്ങനെ പോകുന്നു. ഏതാണ് താല്പര്യം? പാട്ടാണോ ഡബിംഗ് ആണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണോ? രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം. ബിക്കോസ് പാട്ടിന് വേണ്ടിയിട്ട് കുറെ നാൾ ആഗ്രഹിച്ച്, കുറെ വർഷങ്ങൾ ആഗ്രഹിച്ചിട്ടാണ് പാട്ട് എന്നിലേക്ക് എത്തിയത്. പക്ഷെ ഡബിങ് ദൈവമായിട്ട് എന്റെ കയ്യിലേക്ക് തന്നതാണ്. അപ്പോൾ രണ്ടും ഇപ്പോൾ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ഏതാണ് മരിയ എളുപ്പം? ഈ ഡബിംഗ് ആകുമ്പോൾ അതിൽ ഒരു ക്യാരക്ടർ ആവണം, ആ സീൻ നമ്മൾ ഉൾക്കൊള്ളണം, അതെ, മോഡുലേഷൻസ് ശ്രദ്ധിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാട്ടാകുമ്പോൾ നമുക്ക് ഒരു എന്താ പാട്ടിനുള്ള അഭിരുചി ഉണ്ടെങ്കിൽ, പാട്ടാകുമ്പോൾ ഈണം നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് കുറച്ചുകൂടി എന്താണ് ഫ്ലെക്സിബിൾ അല്ല. ശരിക്കും പാട്ട് ഫ്ലെക്സിബിൾ അല്ല, പക്ഷെ മറ്റേത് നമ്മൾ ഫ്ലെക്സിബിൾ ആകണം. എന്താണ് മരിയക്ക് എന്താ തോന്നുന്നത്? ഏതാണ് എളുപ്പം? കൈകാര്യം ചെയ്തപ്പോൾ ഈസി തോന്നിയത് ഏതാണ്? എനിക്ക് ആക്ച്വലി രണ്ടും ഒരുപോലെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് തോന്നിയത്. ഇപ്പൊ പാട്ടാണെങ്കിലും അതിന്റെ കറക്റ്റ് പിച്ചില് അല്ലെങ്കിൽ കറക്റ്റ് ഈണത്തില് അത് ക്യാച്ച് ചെയ്ത് അതുപോലെ തന്നെ പാടുക, ഓഡിയൻസിലേക്ക് ആ കറക്റ്റ് ഫീൽ എത്തിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ടാസ്ക് തന്നെയാണ്. അതിന്റെ പിന്നില് അതിന്റെ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയാലും അതിന്റെ ലിറിസിസ്റ്റ് ആയാലും എടുക്കുന്ന എഫേർട്ടും വളരെ വലിയൊരു എഫേർട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ ഓരോ ക്യാരക്ടേഴ്സിനെ നമ്മൾ അവര് ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മൾ മൈക്കിന് മുമ്പിൽ അഭിനയിക്കുക, അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതേ ക്യാരക്ടറായി തന്നെ മാറുക, അവർ കരയുമ്പോൾ കൂടെ അതേ രീതിയിൽ തന്നെ കരയുക, അതേ രീതിയിൽ തന്നെ ചിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ടിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ രണ്ടും എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഈ പാട്ടിന്റെയും അതുപോലെ തന്നെ ഡബിങ്ങിന്റെയും ട്രെയിനിങ് എടുക്കുന്നത് എങ്ങനെയാണ് മരിയ? ട്രെയിനിങ് ആക്ച്വലി ഞാനിപ്പോൾ പാട്ട് 2 കൊല്ലം ഞാൻ കർണാട്ടിക് മ്യൂസിക് പെർസ്യൂ ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എൻ്റെ ഗുരു ഭാരതീയ സംഗീത വിദ്യാലയം, അവിടെയാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ ഗുരു ഉസ്താദ് ഫയാസ് ഖാനാണ്. അവിടെയാണ് ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്നത്. പിന്നെ ഡബിങ്ങിൽ എനിക്ക് കിട്ടിയ ട്രെയിനിങ് എനിക്ക് ശ്രീജ രവി മാം ആണ് എൻ്റെ ഗുരു. ഡബിങ് കരിയറിൽ സ്റ്റാർട്ട് ചെയ്ത് തന്നത് ശ്രീജ മാം ആണ്. മാമിൻ്റെ അടുത്ത് നിന്നാണ് എല്ലാം കണ്ടുപഠിച്ച് ഓരോ ചെറിയ ചെറിയ ബിറ്റ് വോയിസസ് ആയിട്ട് തുടങ്ങി, ചെറിയ ക്രൗഡ് ആംബിയൻസ് റെക്കോർഡിങ്ങിലൊക്കെ കയറി, പിന്നീട് കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരാളാക്കിയത് തന്നെ മാമിൻ്റെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ്. നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്നാണ്. എപ്പോഴാണ് ഈ ഡബിങ്ങിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു താല്പര്യം തോന്നി തുടങ്ങിയത്? അതായത് ഇങ്ങനെ ഡബിങ്ങിന് കണ്ടപ്പോഴാണ് തോന്നുന്നത് അല്ലേ? ശ്രീജ മാമിനെ കണ്ടപ്പോൾ അല്ലേ? അതെ, കാരണം മാമിനെ കാണാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ ഡബിങ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ മാമിനെ ഞാൻ ജസ്റ്റ് എനിക്ക് ഈ ന്യൂസ് റീഡിംഗ് മോഡുലേഷൻ, ആക്ച്വലി നിങ്ങൾ ചെയ്യുന്ന പരിപാടികളൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമാണ്. അപ്പോ അങ്ങനെ പുള്ളിക്കാരുടെ അടുത്ത് ചെന്നപ്പോ ഇതുപോലെ മാമിനെ, അയ്യോ ആക്ച്വലി ഞാനങ്ങനെ പ്രിപ്പയർഡ് ഒന്നുമല്ല. നിങ്ങൾ ഈ ഒരു ന്യൂസ് റീഡിംഗിൽ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ഹൈ ലെവൽ ഓഫ് മോഡുലേഷൻ ആൻഡ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു പിച്ച് അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ കേൾപ്പിക്കുകയാണെങ്കിൽ, നമസ്കാരം, ന്യൂസ് 18 ഇന്ന് ന്യൂസ് 18 അതിഥിയായി എത്തിയിരിക്കുന്നത് മരിയ ജോണിയാണ്. അങ്ങനത്തെ ഒരു രീതിയിൽ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ മാത്രമേ എനിക്ക് അറിയാമായിരുന്നു. ഞാൻ ഡബിംഗ് ഒന്നും ചെയ്ത് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനാണ് ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. മാമിനെ പോയി മീറ്റ് ചെയ്തു. എന്റെ അടുത്ത് ഡബിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ, നമുക്ക് നാളെ ഒരിക്കൽ നോക്കാം. ഓക്കെ മരിയ, ഈ മരിയക്ക് എനിക്കൊന്ന് ചെറുപ്പത്തിൽ പാട്ട് പഠിക്കാൻ പോയി, അതിനിടയിൽ ഒരു വീഴ്ചയ്ക്ക് മൂക്കിന്റെ പാലത്തിന് ഒരു പ്രശ്നം പറ്റി, പാട്ട് പഠിത്തം നിന്നുപോയോ? എന്താ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായില്ലേ?
ആക്ച്വലി പാട്ടുപടുത്തം നിന്ന് പോയതല്ല. ഞാൻ എനിക്കൊരു 4-5 വയസ്സുണ്ടായിരുന്ന സമയത്ത് ഞാൻ വീണ് മൂക്കിന്റെ പാലത്തിന് വളവുണ്ടായിരുന്നു, സർജറി വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്നെ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടേഴ്സ് ആക്ച്വലി എന്റെ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞിരുന്നു കുട്ടിക്ക് സ്ട്രെയിൻ ആയിരിക്കും, ഒന്നും പഠിക്കാനോ അങ്ങനെ കാര്യങ്ങൾക്കൊന്നും വിടണ്ട എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു 3-4 വർഷം കഴിഞ്ഞ ഒരു 3-4 വർഷം വരെ ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ അടുത്താണ് ഞാൻ തുടങ്ങിയത്. ഒരു 2.5-3 കൊല്ലം ആവുന്നേ ഉള്ളൂ ഞാൻ പാട്ട് പഠിച്ച് തുടങ്ങിയിട്ട്. അതുവരെ അൺട്രെയിൻഡ് ആയിരുന്നു, പാഷൻ മാത്രമേ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഉള്ളിൽ പാഷൻ ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുമെന്നാണല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നിലവിൽ ഈ ഒരു പാഷനിൽ ഞാൻ ജീവിക്കുന്നത്. ഉറപ്പായിട്ടും ഈ മൂക്കിന്റെ പാലം വളയുന്നത് പ്രശ്നമില്ല, എന്റെ മൂക്കിന്റെ പാലം വളഞ്ഞതാണ്. ഞാൻ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അത് വിടും. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് എന്താ ആദ്യം ഏത് പാട്ടാ പാടുക? ഞങ്ങൾക്കൊരു പാട്ട് കേൾക്കണമല്ലോ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്സിൽ ഒരെണ്ണാണ് സിത്താര ചേച്ചി പാടിയ കൺകൾ നീയേ എന്ന് പറയുന്ന ഒരു സോങ്. അപ്പൊ അതെന്റെ ഫേവറേറ്റ് സോങ് ആണ്. സോ അത് ഒരു 2 വരി ഞാൻ പാടാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓ, സ്റ്റാർട്ട് ചെയ്യൂ. ഓക്കെ. കൺകൾ നീയേ, കാற்றும் നീയേ, തൂണും നീ, തുറുമ്പിൽ നീ, വണ്ണം നീയേ, വാനും നീയേ, ഊണും നീ, ഉയരും നീ, പല നാൾ കനവേ, ഒരു നാൾ നനവേ, ஏக்கங்கள் தீர்த்தாயே, என்னையே பிழிந்து உன்னை நான் எடுத்தேன், நான் தான் நீ வேறில்லை, முகம் வெள்ளைத்தாள் அதில் முத்தத்தாள் ஒரு வெண்பாவை நான் செய்தேன் கண்ணே, இதழிச்சில் நீர் எனும் தீர்த்தத்தால் அதில் திருத்தங்கள் நீ செய்தாய் கண்ணே, கண்கள் நீயே, காற்றும் நீயே, தூணும் நீ, துரும்பில் நீ, வண்ணம் நீயே, வானும் நீயே, ഊണും നീ, ഉയരും നീ. ഗംഭീരം ഗംഭീരം മരിയ. ഈ മരിയയുടെ ഫാമിലിയെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞ്, അവരൊക്കെ നൽകുന്ന പിന്തുണയെ പറ്റി, പാട്ട്, ഡബിങ്, പഠിത്തം, ഇതെല്ലാം കുട്ടി ഇണക്കി പോകണമെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട് വേണമല്ലോ. ഉറപ്പായിട്ടും. എൻ്റെ വീട്ടിൽ അപ്പ, മമ്മ, പിന്നെ എനിക്കൊരു ചേട്ടനുണ്ട്. ചേട്ടൻ മാരീഡ് ആണ്, അവർക്കൊരു വാവയുണ്ട്. അപ്പ ഓട്ടോ ഓടിക്കുകയാണ്. എൻ്റെ അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ ചേട്ടൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പോൾ ഇവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ചില്ലറ സപ്പോർട്ടല്ല. ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ പാഷൻ എന്താണോ അതിൽ തന്നെ ഫോളോ ചെയ്യാനായിട്ട് അവരിപ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് എൻ്റെ മകൾ ഇന്നതാണ് ചെയ്യുന്നത്, ഇന്ന സിനിമയിലുണ്ട്, അല്ലെങ്കിൽ ഇന്ന സീരിയലിലുണ്ട്, അല്ലെങ്കിൽ ഇന്ന വെബ് സീരീസിലുണ്ട്, ഇതെല്ലാം പറയുമ്പോൾ അവർക്ക് ഭയങ്കര പ്രൗഡാണ്. നമ്മുടെ എല്ലാവരുടെയും റിലേറ്റീവ്സിൻ്റെ മുമ്പിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ ഭയങ്കര സന്തോഷമാണ്, അഭിമാനമാണ്, ഭയങ്കര സപ്പോർട്ടാണ്. ഈ മലയാളി ഫ്രം ഇന്ത്യയിൽ മറ്റേ നിവിൻ പോളി ചിത്രത്തില് മറ്റേ വാർത്ത വായിക്കുന്ന ഡബ് ചെയ്തത് മരിയാണ് അല്ലേ? അതെ, ചെറിയൊരു ന്യൂസ് റീഡിംഗ്, ഓസ്ലർ, അതുപോലെ മലയാളി ഫ്രം ഇന്ത്യ, അതുപോലെ ചെറിയ അങ്ങനത്തെ ചില മൂവീസിൽ ന്യൂസ് റീഡിംഗ് ബൈറ്റ്സ് അങ്ങനെയുള്ള ചില അതിൽ വലിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടില്ല. അതെ അതെ അതെ. അപ്പോ ഇനി മരിയയുടെ സ്വന്തം ആദ്യ ഗാനം അത് ഏത് ചിത്രത്തിലായിരുന്നു? അല്ലെങ്കിൽ മരിയക്ക് പേഴ്സണൽ ഫേവറേറ്റ് സ്വന്തം പാടിയതിൽ ഇപ്പൊ എത്ര പാട്ടുകളായി അതുകൂടെ പറയണേ. ഇപ്പോ 3 പാട്ടുകളാണുള്ളത്. പിന്നെ 1-2 പ്രൊജക്ട് വന്നിട്ടുള്ളത് റിവീൽ ചെയ്യാറായിട്ടില്ല. 3 പാട്ടുകൾ ഓൾറെഡി ഇറങ്ങി. 2022 വിചിത്രം എന്ന് പറഞ്ഞ മൂവിയിലാണ് ഫസ്റ്റ് സോങ്. 2023 അഭ്യൂഹം എന്ന് പറഞ്ഞ മൂവിയിലെ നെക്സ്റ്റ് വൺ. ആൻഡ് ഇനിയിപ്പോ ഇറങ്ങാനുണ്ട് ഒരു പടം. അത് ഹാപ്പി ന്യൂ ഇയർ എന്നാണ് സിനിമയുടെ പേര്.
സനീഷ് ചേട്ടനാണ് അതിന്റെ ഡയറക്ടർ. അപ്പൊ അതില് ആ മൂവി എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. ബിക്കോസ് അതിൽ ഞാൻ പാട്ടും പാടിയിട്ടുണ്ട്, അതിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. സോ ആസ് എ ഡബിങ് ആർട്ടിസ്റ്റ് ആൻഡ് പ്ലേ ബാക്ക് സിംഗർ, 2 പ്രൊഫഷനിൽ എനിക്ക് അതിൽ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര വലിയൊരു ബ്ലെസ്സിങ് ആണ്. അപ്പൊ സോ ആ പ്രൊജക്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഞാൻ വെയിറ്റിംഗ് ആണ്. എനിക്ക് സ്വന്തമായി പാടിയ പാട്ടിന്റെയും 2 വരി വേണമായിരുന്നു. ഓക്കെ, അത് ആക്ച്വലി ആദ്യത്തെ 2 സോങ്സ് ജുബൈർ മുഹമ്മദ്, ജുബൈർക്കാണ് ആദ്യത്തെ 2 മൂവിയുടെ മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹമാണ് ആക്ച്വലി ഒരു പാഷനേറ്റ് സിംഗർ എന്ന് പറയുന്ന ഒരു ലേബലിൽ നിന്ന് ഒരു പ്ലേ ബാക്ക് സിംഗർ എന്ന് പറയുന്ന ഒരു ലേബലിലേക്ക് എനിക്കൊരു പ്രൊമോഷൻ തന്ന വ്യക്തി ജുബൈർക്കയാണ്. അതിനുശേഷം ഇപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്ന മൂവിയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ഈ സോങ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഗോകുൽ ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞ ഗോകുലേട്ടനാണ്. അപ്പോൾ ഇത് 3ഉമാണ് ആക്ച്വലി എൻ്റെ പാട്ടുകൾ. ഓക്കെ, ശരി. അപ്പൊ പാടി തന്നില്ല. എന്തോ 2 പേര് ചോദിച്ചിരുന്നു, ഞാൻ 2 പേര് ചോദിച്ചു. ഓക്കെ തുടങ്ങിക്കോളൂ. ഓക്കെ 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 ഓക്കെ. ആനന്ദമേഘം മേലേ കൺമിന്നി ചിമ്മുന്നേ, തിരയേറുന്നുള്ളിൽ താനേ തിരികെ പോരും കാറ്റേ, മലരിതളുകൾ ഉയരുമുഷസിൽ വീണ്ടും വിടരാ വിരുന്നു വരവായി, ഈ കാണും ലോകം സുന്ദരം, മനസാകെ മധുരം ചേരണം. ഈ കാണും ലോകം സുന്ദരം, മനസാകെ മധുരം ചേരണം. പറയുന്ന പോലെ വളരെ ഹസ്കി ആയിട്ടുള്ള പാട്ടുകൾക്കാണ് തോന്നുന്നു കൂടുതൽ വോയിസ് ചേരുക അല്ലെ? മരിയയ്ക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതെ, ആക്ച്വലി എനിക്കത് തോന്നിയത് എന്റെ ഒരു വോക്കൽ റേഞ്ച് വരുന്നത് സ്വീറ്റ് വോയിസസിലുള്ള ഇപ്പോ ചിത്ര മാം, ശ്രേയ ഘോഷാൽ മാം അവരുടെയൊക്കെ വോയിസുകളെ പറ്റി, വോയിസ് റേഞ്ചുകളെ പോലെയല്ല. അതിന് പകരം സിത്താര മാം, സൈനോര മാം, ഉഷാദ് മാം അതുപോലത്തെ കൈൻഡ് ഓഫ് ഒരു ബോൾഡ് വോയിസ് കാറ്റഗറിയിലാണ് വരിക. ആക്ച്വലി സ്റ്റേജ് പെർഫോമൻസ് എല്ലാം ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? സ്റ്റേജ് പെർഫോമൻസ് ആക്ച്വലി അധികം ഞാൻ ചെയ്തിട്ടില്ല. 1-2 പെർഫോമൻസ് ജസ്റ്റ് കോറസ് ടീമിലും അങ്ങനെയൊക്കെ നിന്നിട്ടുള്ളൂ. ആക്ച്വലി ഇപ്പോൾ ഡബിങ്ങും കാര്യങ്ങളും തിരക്കൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ വേറെങ്കിലും മാറാനായിട്ടുള്ളൊരു നിവൃത്തിയില്ല. അത്യാവശ്യം ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻസ് മീ. ആ ഒരു കാര്യത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു കൃപയും കൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കുകൾ എല്ലാ ദിവസവും തന്നെ ഉണ്ട്. നല്ല തിരക്കിലേക്കാണ് മരിയ പോകുന്നതെന്ന് വ്യക്തമായി. അപ്പോൾ മരിയ, എനിക്കും ഈ പറയുന്ന ഡബിംഗ് ഒക്കെ ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാൻ ഈ പലവട്ടം നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത് നടന്നിട്ടില്ല. അപ്പോൾ ഈ കുറെ വ്യത്യാസമുണ്ടല്ലോ. ഇപ്പൊ സീരിയൽ അതിനാടകീയമായിരിക്കും, സിനിമയിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള സംസാരമായിരിക്കും. നിങ്ങളുടെ കാർട്ടൂണും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഈ 3ഉം ഒന്ന് അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് ഓരോ വരി പറയാൻ പറ്റുമോ? ഏതാ അതിന്റെ ഒരു രീതി, വ്യത്യാസം? സിനിമ നാച്ചുറൽ ആണ്, ബട്ട് കാർട്ടൂണൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഒരു ധൈര്യം തന്നെ വേണം. ആക്ച്വലി 3ഉം പറഞ്ഞത് ശരിയാണ്. 3 കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണ്. സിനിമ ഓഫ് കോഴ്സ് നമ്മൾ ഈ സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ നാച്ചുറലി എങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പോൾ കൂടുതലും മൂവീസ് എല്ലാം നാച്ചുറൽ ആയിട്ട് മതി, നമുക്ക് തീരെ നാടകീയത വേണ്ട, ഡ്രാമാറ്റിക് ആവണ്ട എന്നുള്ളൊരു രീതിയിലാണ് സിനിമ പറയുക. അത് കാലം മാറുന്നതിനനുസരിച്ച് ആ ഒരു ഓരോ ആളുകളുടെയും വ്യൂവേഴ്സിന്റെ കാഴ്ചപ്പാടുകളും മാറുന്നു. അതുപോലെ തന്നെ സീരിയലാണെങ്കിൽ സീരിയലിൽ ഈ പറഞ്ഞ പോലെ കൂടുതലും കുടുംബ പ്രേക്ഷകരാണ് അത് കാണുന്നത്, അമ്മമാരാണ് അത് കാണുന്നത്. അപ്പോൾ സീരിയലിൽ തുടർന്ന് വരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പൊ സാധാരണ നമ്മള് ചോദിക്കാണ്, നീ എന്തിനിപ്പോ അങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കുന്ന ഒരു കാര്യം സിനിമയിലാണെങ്കിൽ നീ എന്തിനിപ്പോ അങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കുന്നിടത്ത് സീരിയലിൽ കുറച്ചുകൂടെയും ഒരു ഡ്രാമാറ്റിക് ആയിരിക്കും. നീ എന്തിനിപ്പോ അങ്ങനെ ചെയ്തേ, അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് വരും.
അതേസമയം കാർട്ടൂൺ ആണെങ്കിൽ അത് കൊടുക്കുന്ന ക്യാരക്ടർ എങ്ങനത്തെ വോയിസ് ആണെന്നുള്ളത് നോക്കിയിട്ടിരിക്കും. അപ്പൊ ഒരു കുഞ്ഞു ക്യാരക്ടർ ആണെങ്കിൽ നീ എന്തിനാ ഇപ്പൊ അങ്ങനെ ചെയ്തേ, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും. ഒരു കുറച്ച് മെച്ചുവേർഡ് വോയിസ് ആണെങ്കിൽ നീ എന്തിനാ ഇപ്പൊ അങ്ങനെ ചെയ്തേ, അങ്ങനെ ഉണ്ടാവും. അതിലും കുഞ്ഞു വോയിസ് ആണെങ്കിൽ നീ എന്തിനാ ഇപ്പൊ അങ്ങനെ ചെയ്തേ, ഇതുപോലെ ഉണ്ടാവും. അത് ഓരോ ക്യാരക്ടർ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ വോയിസ് മാറ്റി ചെയ്യുന്നു. അല്ല മരിയ, ഇത് കേട്ടത് മിമിക്രി ചെയ്യൂ? മിമിക്രി ആക്ച്വലി എനിക്ക് അങ്ങനെ വേറെ അധികം വോയിസുകളൊന്നും എടുക്കാൻ അറിയില്ല. ആക്ച്വലി ഞാൻ നമിത പ്രമോദ്, നമിതന്റെ വോയിസ് ജസ്റ്റ് ഒന്ന് വെറുതെ ട്രൈ ചെയ്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വേറെ ഇതെനിക്ക് അറിയില്ല. അതുകൂടെ കേൾക്കണമല്ലോ. ഓ ഷുവർ. നമിത പ്രമോദ് ദുൽഖർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു വിക്രമാദിത്യ എന്ന് പറഞ്ഞ മൂവിയില്. അപ്പൊ അതിലൊരു സീനാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും കേറില്ല എന്നൊന്നും പറഞ്ഞില്ല. ഏതാണ്ടൊക്കെ ആവാൻ വേണ്ടി കൊട്ടും കൊരവയും ഡാൻസും പാട്ടും ഒക്കെ ഒരു ആപ്ലിക്കേഷൻ പോസ്റ്റ് ചെയ്തില്ലേ? അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവട്ടെ, അപ്പൊ ആലോചിക്കാം. പോലീസ് യൂണിഫോം ഇട്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്ക്. അപ്പൊ നിന്റേതാ ഈ ഊരുവിന്റെ പുറകിലിരുന്ന് ദുബായ് കടപ്പുറം വഴി കാലിഫോർണിയയിലേക്ക് നമുക്ക് പോവാം. ഇതാണ് ഞാൻ ജസ്റ്റ് വെറുതെ ട്രൈ ചെയ്ത് നോക്കി. ഞാൻ പറഞ്ഞു, എനിക്ക് കണ്ടപ്പോ മനസ്സിലായി, കേട്ടപ്പോ മനസ്സിലായി. ഓക്കെ, അപ്പൊ മരിയ വളരെ സന്തോഷം. അപ്പൊ ബഹുമുഖ പ്രതിഭയാണ്, പാട്ടുകാരിയാണ്, ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്. ഡബിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അഭിനയിച്ചേ മതിയാകും. അപ്പൊ ഒരു അഭിനേത്രി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മിമിക്രി ചെയ്യും, ഒന്നും ഒരു മടിയില്ലാതെ ഒരു ട്രൈ ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോ എല്ലാവിധ ആശംസകളും. അപ്പോ വീട്ടുകാരോടൊക്കെ അന്വേഷണം പറയണം, അപ്പായോടും അമ്മയോടും ചേട്ടനോടും കുഞ്ഞുമാവോടും ചേച്ചിയോടും ഒക്കെ. അപ്പോ എന്താണ് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ മരിയ? പ്രേക്ഷകരോട് എന്താ പറയാ, ഇപ്പൊ മേ ബി ഇത് കാണുന്നവരിൽ ആരെങ്കിലും ഒക്കെ എന്നെ പോലെ പാഷനേറ്റ് ആയിട്ട് ഇത് ഒരുപാട് നാളെ ആഗ്രഹിച്ചിട്ടുള്ള ആളുകള് പ്രായഭേദമന്യേ ഉണ്ടാവും. അപ്പൊ അവരോട് പറയാനുള്ളത്, ക്വിറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുന്ന ആ വിശ്വാസം മുറുകെ പിടിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഒരു പോയിന്റിൽ ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കും. സോ ഡോണ്ട് ഗിവ് അപ്പ്. അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. വർക്ക് ഹാർഡ്. എന്തെങ്കിലും ഒരു ദിവസം അതിന്റെ റിസൾട്ട് കിട്ടും. അത്രേ ഉള്ളൂ. റൈറ്റ്, താങ്ക് യു. അത് തന്നെയാണ് മരിയ പറഞ്ഞ പോലെ, അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. ഗീവ് അപ്പ്, ഡോണ്ട് ഗീവ് അപ്പ്. അതാണ്, ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. മുന്നോട്ട് പോവുക, ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അതാണ്. താങ്ക് യു സോ മച്ച് മരിയ. ഒരുപാട് സന്തോഷം മോർണിംഗ് വൈബ്സിൽ അതിഥിയായി എത്തിയതിന്, പാട്ടും മിമിക്രിയും ഡബിംഗും ഒക്കെ ഞങ്ങൾ ഇന്ന് എനർജറ്റിക് ആക്കി മാറ്റിയതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മരിയ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. മരിയ ജോണിയാണ്, സിംഗറാണ്, ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്. നമ്മളിപ്പോ സംസാരിച്ചു വന്നപ്പോഴാണ് കൂടുതൽ മേഖലകളിലൊക്കെ ഉണ്ട് ആള്.